നമുക്ക് തൊഴിൽ വാർത്തയിലെ ചില പോർഷൻസ് വായിക്കാം. 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കേരള നിയമസഭയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 5-ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആദ്യ കേരള മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഏപ്രിൽ 5-ന് ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു എന്നതാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ നിലവിൽ വന്നു എന്നതാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം. ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത് ഏപ്രിൽ 27-നാണ്. ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത് ഏപ്രിൽ 27-ന്. കേരള നിയമസഭാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 27. ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ആദ്യ നിയമസഭാ സ്പീക്കർ. ആർ ശങ്കരനാരായണൻ തമ്പി. തിരുവനന്തപുരം പാളയത്തെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലാണ് ആദ്യകാല നിയമസഭാ മന്ദിരം പ്രവർത്തിച്ചിരുന്നത്. തിരുവനന്തപുരം പാളയത്തുള്ള ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലായിരുന്നു നേരത്തെ നിയമസഭാ മന്ദിരം പ്രവർത്തിച്ചിരുന്നത്. തിരുവനന്തപുരം വികാസ് ഭവന് സമീപമുള്ള പുതിയ നിയമസഭാ മന്ദിരം 1998 മെയ് 22-ന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം വികാസ് ഭവന് സമീപം സ്ഥിതി ചെയ്യുന്നത് 1998 മെയ് 22-ന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനാണ് ഉദ്ഘാടനം ചെയ്തത്. 1957-ൽ മന്ത്രിസഭ രൂപീകൃതമാകുമ്പോൾ 127 നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വെറും 127 നിയമസഭാ മണ്ഡലങ്ങൾ. 1965-ൽ നടന്ന മണ്ഡല പുനഃക്രമീകരണത്തിൽ ഇത് 133 ആയി. അപ്പോൾ 127 എന്നുള്ളത് 1965 ആയപ്പോഴേക്കും 133 മാറി. 1977-ലാണ് ഈ മണ്ഡലങ്ങളുടെ എണ്ണം 140 മാറിയത്. 1977. അപ്പം നമ്മൾ വർഷവും സീറ്റുകളുടെ എണ്ണം ഒന്നുകൂടെ പറയാം. 1957 വന്നപ്പോൾ 127 സീറ്റുകൾ. 65 ആയപ്പോഴേക്കും 1965 ആയപ്പോഴേക്കും 133 സീറ്റുകൾ. 1977 മുതലാണ് ഇപ്പോൾ കാണുന്ന 140 സീറ്റായിട്ട് മാറിയത്.